അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ച വാഴയ്ക്ക ഉണക്ക ചെമ്മീനിട്ട് വെക്കുന്ന ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് ഇതുപോലത്തെ 2 വാഴയ്ക്ക നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് മഞ്ഞപ്പൊടി പുരട്ടി വെച്ചാണ്. കാരണം പച്ച വാഴയ്ക്ക മുറിച്ചിട്ട് കുറച്ച് നേരം വെച്ചാൽ അതിൻ്റെ കളർ മാറും. പിന്നെ അത് വെള്ളത്തിലിട്ട് വെക്കും ചിലവർ. പക്ഷേ വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ പോഷകം നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം എന്താ, വാഴയ്ക്ക നുറുക്കി വിടുമ്പോൾ തന്നെ ഇത്തിരി മഞ്ഞപ്പൊടിയിൽ പുരട്ടി വയ്ക്കുക. അപ്പം വാഴയ്ക്കയുടെ കളർ മാറില്ല, ഗുണവും പോവില്ല. പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇടിച്ച മുളക്, വേപ്പില, പിന്നെ ഇത് ഞാൻ ചെമ്മീൻ കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടുപ്പത്തിട്ട് വറുത്ത് നല്ലോണം ചൂടാക്കി എടുക്കണം, പൊടിക്കാൻ വേണ്ട ആവശ്യത്തിന്. എന്നിട്ട് നമുക്കിത് ഉപ്പിട്ടിട്ട് വാഴയ്ക്ക വേവിക്കാം. ഓണാക്കി ഇനി ഇതിലേക്ക് നമുക്ക് വാഴയ്ക്ക ഇടാം. വാഴയ്ക്കയ്ക്ക് ആവശ്യമുള്ള വെള്ളം വെച്ചു. നമുക്ക് ഉപ്പിടണം. ഉപ്പിട്ടു ഞാൻ അടച്ചു വയ്ക്കാം. നമുക്ക് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ആ വാഴയ്ക്ക വേവണ നേരം കൊണ്ട് നമുക്ക് ഈ ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചെമ്മീൻ നല്ലോണം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് പൊടിച്ചെടുക്കാം. അതിൻ്റെ ഒപ്പം ആ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ പൊടിച്ചെടുക്കാം. ചെമ്മീൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം പൊടിയുണ്ട, ഒരുവിധം പൊടിഞ്ഞാൽ മതി. അത് നമുക്കിതിൽ ആക്കി വെക്കേണ്ടതാണ്. ചെമ്മീൻ ഇതാ ഒരുവിധം പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെമ്മീൻ പൊടിച്ച അതേ മിക്സിയുടെ ജാറിൽ ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളത്തോടു കൂടി ഞാൻ മാറ്റി വെക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ചെമ്മീൻ അതിലേക്ക് ഒന്ന് വേവിച്ച് കിട്ടണ്ടേ ഒപ്പം, അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി അതിലേക്ക് കടുകിടാം. കടുക് പൊട്ടി. ഇനി അതിലേക്ക് ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചതായിട്ട് ഇടുന്നത്. അപ്പം നമ്മുടെ ഉള്ളി ഒരുവിധം മൂത്തു. ഒരുപാട് മൂക്കണ്ട, കാരണം ഉപ്പേരിക്കുള്ളതല്ലേ. അപ്പം ഈ മൂപ്പ് മതി. അതിലേക്ക് നമ്മൾ ചെമ്മീൻ കൊട്ടി കേട്ടോ. ഇനി നമുക്ക് മുളക് ഇടാം. അപ്പം വാഴയ്ക്ക് ഇത്തിരി ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കണേ. ഇന്ന് നമുക്ക് ഈ മസാലയ്ക്ക് ഒരു സ്വാദ് കിട്ടാൻ ഒരു നുള്ളു ഉപ്പും കൂടി ഇടാം. ഈ ഉപ്പും കൂടി ഇടാം. കറിവേപ്പിൻ്റെ ഇല ഇടാം. എല്ലാം കൂടി ഒന്ന് നല്ലോണം ചൂടാവട്ടെ. അതിലേക്ക് നമുക്ക് വാഴയ്ക്ക വെച്ചത് കൊട്ടാം. അപ്പം നമ്മുടെ ചെമ്മീനും വെന്തു, ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം മൂത്തു. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വാഴയ്ക്ക കൊട്ടാം. നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റി കഴിഞ്ഞാൽ ഉപ്പേരി വിളമ്പാൻ നമുക്ക് ഉപ്പേരി റെഡിയായി. പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി അതിൽ കിടന്നിട്ട് ഒന്ന് ചൂട് കത്തിക്കോട്ടെ, അത്രയും വേണ്ട. നമ്മുടെ വാഴയ്ക്കയും ചെമ്മീനും കൂടെയുള്ള ഉപ്പേരി ശരിയായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എളുപ്പം ചെയ്യാവുന്ന ഉപ്പേരിയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി കാണാം. അസ്സലാമു അലൈക്കും.